നിലമ്പൂര് ആര് ജയിക്കുമെന്ന് പ്രവചാനിതമാണ്. അതേസമയത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ നിൽക്കുന്നുണ്ട്. അൻവർ ഒരു 25,000 വോട്ട് പിടിക്കുമെങ്കിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള വിജയസാധ്യത ഏറെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ശക്തമായ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. അടിയൊഴുക്ക് മറ്റൊന്നുമല്ല, ഹിന്ദു മുസ്ലിം വികാരം അവിടെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ആ ഹിന്ദു മുസ്ലിം വികാരം ഉണ്ടാകാവുന്ന രീതിയിലുള്ള ചില മുൻ പ്രവൃത്തികൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധ ദൂരമായിട്ട് ഹിന്ദുക്കളുടെ ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിൽ ഈ പറഞ്ഞ വോട്ട് വേണ്ടത്ര അവർക്ക് കിട്ടുകയില്ല. അവരിലുള്ള ഹിന്ദുക്കൾ പോലും ഇന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യൂ. കാരണം ഇടതുപക്ഷത്തിനുള്ള ആഭിമുഖ്യം കൊണ്ടല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുവാൻ ഹിന്ദുക്കളായ പലരും പ്രേരിതമായി എന്ന ഒരു ദുരവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ അവസ്ഥ നിലനിൽക്കുമ്പോൾ അൻവർ പിടിക്കുന്ന 25,000 വോട്ട് പിടിക്കുമെങ്കിൽ ആ വോട്ട് ചെറിയൊരു ശതമാനം LDFന്റെ പോകുമ്പോൾ പോലും ഭൂരിപക്ഷവും UDFന്റെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ UDFന്റെ സാധ്യത അല്പം മങ്ങിപ്പോകും, LDFന്റെ സാധ്യത വർദ്ധിക്കും. അദ്ദേഹത്ത് അൻവർ അത്ര വോട്ട് പിടിച്ചില്ല എങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി തീർച്ചയായും UDF ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. അതൊന്നും ഒരു കാര്യമില്ലെന്ന്. എല്ലാവരും സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്കൊരു പ്രചരണത്തിന് പറയാനെന്നുള്ളത്. അവിടെ നടന്ന് ശക്തമായ UDF LDF മത്സരമാണ് അവിടെ. അതൊന്നും ഇതിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇതൊക്കെ നമുക്കെല്ലാം TV-യിലും അറിവിലൊക്കെ പറയാൻ വോട്ടർമാർക്കൊന്നും അവിടെ മനസ്സിലൊന്നും അത് ചെന്നിട്ടില്ല. അവിടെ ഉണ്ടായത് ഒരു ഹിന്ദു മുസ്ലിം കൺസോൾ ചിന്തകളാണ് ഏറെ ഉണ്ടായിട്ടുള്ളത്. ആ ഹിന്ദു മുസ്ലിം ചിന്തകൾ ഇന്ന് മലപ്പുറത്ത് വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനം അവിടെ കാണും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഇന്ന് കിട്ടുന്ന വോട്ട് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവർ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷിച്ച് പലപ്പോഴും തോറ്റിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ നിർത്താനുള്ള ധൈര്യം അവർക്കുണ്ടായത് പോലും ഇങ്ങനൊരു ചിന്ത അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വികാരവും കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കണ്ടു. ഓരോ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ അതിലേക്കൊന്നും ഞാൻ വലിയ വലിയ ആളുകളുടെ കാര്യങ്ങളാണ്. ഈ ചെറിയ എന്നെ വിട്ടേര്.